ഹായ് ഓൾ, നമ്മളിന്ന് വൈറസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈറസുകളെ പണ്ട് കാലങ്ങളിൽ അവയുടെ ഹോസ്റ്റിനനുസരിച്ചായിരുന്നു ക്ലാസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളെ ഫൈറ്റോ വൈറസസ് എന്ന് പറയും. അതുപോലെ ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൂ വൈറസസ് എന്ന്. ദെൻ ഫംഗസിനെ അറ്റാക്ക് ചെയ്യുന്നത് മൈക്കോ വൈറസസ്. അതുപോലെ ഫൈക്കോ വൈറസസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഫൈക്കോ വേജസ് അല്ലെങ്കിൽ ആൽഗൽ വൈറസസ്, അതായത് ആൽഗേസിനെ അറ്റാക്ക് ചെയ്യുന്നവർ. അതുപോലെ ബാക്ടീരിയോ വൈറസസ്, മൈക്കോപ്ലാസ്മോ വൈറസസ്, അങ്ങനെയായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇതിനൊരു ഡിഫക്റ്റ് ഉണ്ട്. ചില വൈറസുകൾക്ക് മോർ ദാൻ വൺ ഹോസ്റ്റ് ഉണ്ടാകും. അതെ, അപ്പോൾ ഈ ആൽഗനെ അറ്റാക്ക് ചെയ്യുന്നത് ചിലപ്പം പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ ഡിഫറെൻറ്റ്. അതുപോലെ ഫംഗസിനെ അറ്റാക്ക് ചെയ്യുന്നത് ആനിമൽസിനെ അറ്റാക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഹോസ്റ്റിൽ കൂടുതൽ വരുമ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആകുന്നില്ല. സോ ഇപ്പം കറൻ്റ്ലി വൈറസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവയുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ അനുസരിച്ചിട്ടാണ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കും? ഒന്ന്, അവരുടെ ന്യൂക്ലിക് ആസിഡ് ഏതാണ്, RNA ആണോ DNA ആണോ, അതിൻ്റെ ബേസിസിൽ അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ എത്ര സ്ട്രാൻഡ് ന്യൂക്ലിക് ആസിഡ് പ്രസൻ്റ് ആണ്, ബേസ്ഡ് ഓൺ വെദർ ഡബിൾ സ്ട്രാൻഡഡ് ഓർ സിംഗിൾ സ്ട്രാൻഡഡ്. അതുപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ മോളിക്കുലർ വെയ്റ്റ് എത്രയാണ്, അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ന്യൂക്ലിക് ആസിഡ് പ്രസൻറ്റ് ഇൻ ദ വൈറസ്. അതുപോലെ അവരുടെ ക്യാപ്സിഡിൻ്റെ സിമ്മെട്രി, അതുപോലെ ക്യാപ്സിഡ് എത്ര ക്യാപ്സ്യോമിയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, ദ നമ്പർ ഓഫ് ക്യാപ്സ്യോമിയേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ക്യാപ്സിഡ്. ദെൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സൂപ്പർ ക്യാപ്സിഡ് എൻവലപ്പ്. ചില വൈറസുകൾക്ക് ജനറ്റിക് മെറ്റീരിയലും ഉണ്ടാവും, ക്യാപ്സിഡും ഉണ്ടാവും, അതിൻ്റെ പുറത്തൊരു എൻവലപ്പും പ്രസൻ്റ് ആയിരിക്കും. ദെൻ പെക്യുലാരിറ്റീസ് ഓഫ് ദെയർ ന്യൂക്ലിക് ആസിഡ് റെപ്ലിക്കേഷൻ, ദെൻ അവരുടെ ഷേപ്പ്, അതുപോലെ നാച്ചുറൽ ഹോസ്റ്റ് ഓഫ് ദി വൈറസ്. ഇത്രയും ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത് വൈറസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസസ് അവരുടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് ICTV എന്ന് പറയും, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസസ്. ദേ ക്ലാസിഫൈഡ് വൈറസസ് ബേസ്ഡ് ഓൺ ദി ഫോളോവിങ് 3 മേജർ ആസ്പെക്ട്സ്. ഒന്ന്, ദ കൈൻഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ് പ്രസൻറ്റ്, വെദർ DNA വൈറസ് ആണോ RNA വൈറസ് ആണോ, അതുപോലെ എത്ര സിംഗിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആണോ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആണോ, സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണോ, അങ്ങനെ അതിൻ്റെ ബേസ്. ദെൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അഡീഷണൽ എൻവലപ്പ്. ഞാൻ പറഞ്ഞു, ചില വൈറസുകൾക്ക് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും, അതിന് ചുറ്റും പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും, അതിന് പുറത്തൊരു എൻവലപ്പ് ഉണ്ടാവും. സോ ഇത് ആബ്സെൻ്റ് ആണോ, പ്രസൻ്റ് ആണോ, എൻവലപ്ഡ് ആണോ, നോൺ എൻവലപ്ഡ് ആണോ, ഈ 3 ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ട് ICTV വൈറസുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് അക്കോർഡിംഗ് ടു ദീസ് ക്ലാസിഫിക്കേഷൻ വൈറസസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 8 ക്ലസ്റ്റർ. ഓക്കെ, 8 ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, 8 ക്ലസ്റ്റർ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, വൈറസുകളെ DNA വൈറസും RNA വൈറസുമായിട്ട് ക്ലാസിഫൈ ചെയ്തു, അതായത് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ജനറ്റിക് മെറ്റീരിയൽ. എഗെയിൻ DNA വൈറസുകൾ എന്താക്കി മാറ്റി, വെദർ ഇറ്റ് ഈസ് സിംഗിൾ സ്ട്രാൻഡഡ് വൈറസ് ഓർ ഡബിൾ സ്ട്രാൻഡഡ് വൈറസ്, എഗെയിൻ ക്ലാസിഫൈഡ്. സിംഗിൾ സ്ട്രാൻഡഡ് വൈറസ് ആണെങ്കിൽ എൻവലപ്ഡ് ആണോ നോൺ എൻവലപ്ഡ് ആണോ, ഒരു പ്രോട്ടീൻ എൻവലപ്പ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെ എല്ലാത്തിനെയും ക്ലാസിഫൈ ചെയ്തു. സോ എന്തൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? എൻവലപ്ഡ് സിംഗിൾ സ്ട്രാൻഡഡ് DNA വൈറസിനെ ഒന്നിൽ ക്ലാസിഫൈ ചെയ്തു, നോൺ എൻവലപ്ഡ് സിംഗിൾ സ്ട്രാൻഡഡ് DNA വൈറസുകളെ വേറെ ക്ലാസിഫൈ ചെയ്തു, എൻവലപ്ഡ് ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസുകളെ എഗെയിൻ ക്ലാസിഫൈഡ്, നോൺ എൻവലപ്ഡ് ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസുകളെയും ക്ലാസിഫൈ ചെയ്തു. ഇതുപോലെ തന്നെ RNA വൈറസുകളെയും ക്ലാസിഫൈ ചെയ്തു. സോ ഇതാണ് ഒരു വൈറസിൻ്റെ ആക്ച്വൽ രൂപം. നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ നടുവിൽ ജനറ്റിക് മെറ്റീരിയൽ കാണാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡബിൾ സ്ട്രാൻഡഡ് ഓർ സിംഗിൾ സ്ട്രാൻഡഡ് DNA ഓർ RNA. ഇതിൻ്റെ കേസിൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളൊരു ജനറ്റിക് മെറ്റീരിയലാണ്, 2 സ്ട്രാൻഡ് കാണാൻ പറ്റും. ആൻഡ് അറൗണ്ട് ഇറ്റ് എന്ത് പ്രസൻ്റ് ആണ്, ക്യാപ്സിഡ് പ്രസൻ്റ് ആണ്. ആൻഡ് ക്യാപ്സിഡിൻ്റെ പുറത്തായിട്ട് എന്ത് പ്രസൻ്റ് ആണ്, ഒരു അഡീഷണൽ എൻവലപ്പ് പ്രസൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഇതൊരു എൻവലപ്ഡ് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളൊരു വൈറസാണ്. പിന്നെ ഈ എൻവലപ്പിന് മേലെ സ്പൈക്സ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും, അവർക്ക് ഹോസ്റ്റിൻ്റെ മേലെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് വൈറൽ ജീനോമിനെ കുറിച്ച് നോക്കാം. വൈറൽ ജീനോം നമ്മൾ പറഞ്ഞു ദേ മേ ബി DNA ഓർ RNA ആൻഡ് ദേ മേ ബി സിംഗിൾ സ്ട്രാൻഡഡ് ഓർ ഡബിൾ സ്ട്രാൻഡഡ്. ആ ഒരു DNA യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു ഹോസ്റ്റിൻ്റെ ഉള്ളിലെത്തിയാൽ ഹോസ്റ്റിൻ്റെ മെഷീനറി അനുസരിച്ച് അവർ ആ DNA കോഡ് ചെയ്യും. അത് നമുക്കറിയാം DNA അല്ലെങ്കിൽ ആ RNAയിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. ഹോസ്റ്റിൻ്റെ മെഷീനറി യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. അതായത് അവർക്കൊരു പ്രോട്ടീൻ കോട്ടില്ല അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പ്ലാന്റ് വൈറസസ് ദേ വിൽ ബി സിംഗിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും. അതുപോലെ ആനിമൽ വൈറസ് ഇൻ മോസ്റ്റ് കേസസ് ദേ മേ ബി ഡബിൾ സ്ട്രാൻഡഡ് DNA. ഓക്കെ, ഇനി അവരുടെ സൈസ്, വൈറസിൻ്റെ ജീനോം സൈസ് എന്നൊക്കെ പറയുന്നത് ഗ്രേറ്റ്ലി വേരി, ഓരോന്നിൻ്റെയും ഓരോ കേസായിരിക്കും ഉണ്ടാവുക. Since the viral genome is very small with only much limited stock of genetic information, it can code only for a few protein. നമ്മൾ പറഞ്ഞ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, RNA or DNA. അത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കോഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോട്ടീൻ തന്നെയാണ് മാത്രമാണ്. Consequently, it cannot duplicate and phenotypically express all by itself for necessary of the enzymes and protein factors. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പ്രോട്ടീൻസ് ഈ റെപ്ലിക്കേഷന് വേണ്ടിയിട്ടും അവരുടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അത്രയും പ്രോട്ടീൻസ് ഒന്നും ഇവരുടെ ഈ കുഞ്ഞ് ജീനോം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ടാണ് therefore a virus has to depend upon the molecular machinery of its host for the expression of its genetic trait. ഓക്കെ അല്ലേ? സോ നമ്മൾ പറഞ്ഞു വളരെ ചെറിയ ഒരു ജീനോം മാത്രം വൈറസിന് ഉണ്ടാവുക, 1-2 പ്രോട്ടീൻസിനെ മാത്രമേ കോഡ് ചെയ്യാൻ പറ്റൂ. അവർക്ക് വേണ്ട അവരുടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിന് തന്നെ ഒരുപാട് എൻസൈംസ് ആവശ്യമുണ്ട്. ഈ എൻസൈംസ് എന്നൊക്കെ വെച്ചാൽ എന്താ, പ്രോട്ടീനാണ്. സോ ഇതൊന്നും കോഡ് ചെയ്യാനുള്ള കഴിവ് വൈറൽ ജീനോമിനില്ല. സോ ദേ ഡിപ്പെൻഡ് ദി സെല്ലുലാർ മെഷീനറി ഓഫ് ഹോസ്റ്റ് ജീനോം for their multiplication. ഓക്കെ അല്ലേ? പിന്നെ ഓരോ വൈറൽ ജീനോമിൻ്റെ സ്ട്രക്ചറും ഹൈലി ഡൈവേഴ്സ് ആയിരിക്കും. ഇനി ഇത് പല ടൈപ്പ് ഓഫ് വൈറൽ ജീനോം നിങ്ങൾക്ക് വൈറസുകളാണ്. ഐക്കോസോഹെഡ്രൻ വൈറസൊക്കെ കാണാൻ പറ്റും. അടുത്തതാണ് വൈറൽ ക്യാപ്സിഡ്. ക്യാപ്സിഡ് എന്ന് വെച്ചാൽ എന്താണ്, ജീനോമിൻ്റെ, അതായത് വൈറസിൻ്റെ ജീനോമിന് തൊട്ടു മേലെയായിട്ട് അതിനെ കവർ ചെയ്തുകൊണ്ടൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻ കോട്ട് പ്രസൻ്റ് ആണ്. ആൻഡ് ദേ ആർ ഫോംഡ് ഓഫ് ക്യാപ്സോമിയേഴ്സ്. കുഞ്ഞു കുഞ്ഞു മുത്തുകൾ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ക്യാപ്സോമിയർ എന്ന് പറയുന്ന പ്രോട്ടീൻ യൂണിറ്റ്സ് അടുക്കി വെച്ചാണ് ക്യാപ്സിഡ് ഫോം ചെയ്യുന്നത്. ഇനി ക്യാപ്സിഡിൻ്റെ ഫങ്ഷനാണ്. ഈ ക്യാപ്സിഡാണ് ശരിക്കും, ഈ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാപ്സിഡാണ് ശരിക്കും എന്ത് കൊടുക്കുന്നത്, അവർക്കൊരു സിമ്മട്രി കൊടുക്കുന്നത്. വെറും ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അവർക്കൊരു സിമ്മട്രി ഉണ്ടാവില്ല. സോ ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ദേ പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ് ഫ്രം ഇനാക്ടിവേഷൻ ബൈ ന്യൂക്ലിയേസസ് ആൻഡ് അതർ ഡീഗ്രേഡിങ് ഏജൻറ്റ്സ് ഇൻ ദ ഹോസ്റ്റ്. ഇപ്പം ഈ സപ്പോസ് നമ്മുടെ ക്യാപ്സിഡ് ആബ്സെൻ്റ് ആണെങ്കിൽ വെറും ജനറ്റിക് മെറ്റീരിയൽ മാത്രം വൈറസ് വെച്ചാൽ ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ന്യൂക്ലിയേസ് എൻസൈംസ് ഒക്കെ ഉണ്ടാകും. ന്യൂക്ലിയസിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈംസ് ആണ്. സോ അത് വന്ന് ഈ ഈ വൈറസിൻ്റെ ജീനോമിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലീവ് ചെയ്യും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിഡ് ഉള്ളത്. ആൻഡ് ഓൾസോ ദേ ഇൻട്രൊഡ്യൂസസ് ദി വൈറൽ ജീനോം into the host cell by adsorbing readily to the cell surface. ഈ ക്യാപ്സിഡാണ് വൈറസുകളെ പെട്ടെന്ന് തന്നെ ഹോസ്റ്റിൻ്റെ സെൽ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ഹോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എത്താൻ സഹായിക്കുന്നത് ക്യാപ്സിഡാണ്. ആൻഡ് ദേ ഡിറ്റർമൈൻസ് ദി ആൻറ്റിജനിക് സ്പെസിഫിസിറ്റി ഓഫ് ദി വൈറസസ്. ഓക്കെ, സോ ഇതാണ് ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻസ്.